എന്നെ ഒരാൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എൻ്റെ തൊട്ടിപ്പുറം ഒരു അമ്മച്ചി കിടപ്പുണ്ട്, ആ അമ്മച്ചിയുടെ ഫോണ് കംപ്ലൈൻ്റ് ആയിട്ട് അമ്മച്ചി രാവിലെ തൊട്ട് ഇങ്ങനെ വിഷമിച്ചൊക്കെ നടക്കുവാണ്, അപ്പോൾ ആ ഫോൺ റെഡിയാക്കി തരാമോ, ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്നു. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നല്ല പ്രായമുള്ള ഒരു അമ്മച്ചി, ഈ നിൽക്കുന്ന അമ്മച്ചിയാണ്. ഈ അമ്മച്ചിയുടെ ഫോൺ നമ്മുടെ അടുത്ത് കൊണ്ട് തന്നു. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് പ്രോബ്ലമാണ്. ഏത് ബ്രാൻഡാണെന്ന് പോലും നോക്കാണ് നമ്മൾ അവിടെ ചെന്നത്, ടൂളുമൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ നോക്കിയ സമയത്താണ് മനസ്സിലായത് ഇത് ഇൻഫിനിക്സിൻ്റെ ഒരു സെറ്റാണ്. ഈ സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കവർ ഊരിയ സമയത്താണ് വിചിത്രമായ ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇത് ഒരു ടെക്നീഷ്യന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിടുന്നതല്ല. എന്തായാലും ആ ടെക്നീഷ്യൻ ചെയ്തത് നല്ലൊരു സംഭവമാണ്. കാരണം ഇത് സാംസങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ്. ആ ബാറ്ററി ഇതിനകത്ത് വെച്ച് സോൾഡർ ചെയ്തിട്ടേക്കുവാണ്. എന്തായാലും റിട്ടേൺ കൊടുത്തിട്ടില്ല. ഈ ഫോണൊക്കെ ആ പുള്ളിയുടെ വന്നിട്ട് ഒരിക്കലും റിട്ടേൺ കൊടുത്തിട്ടില്ല. അതിന് എങ്ങനെയും ചെയ്ത് വിട്ടിട്ടുണ്ടല്ലോ, തൽക്കാലം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക്. എന്തായാലും ചെയ്തൊക്കെ നല്ലൊരു നീക്കമാണ്. പക്ഷേ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബാറ്ററി നമ്മൾ ഒപ്പിച്ച് ഈ ഫോൺ നമ്മൾ ക്ലിയറാക്കി കൊടുക്കും. അതിൻ്റെ പേര് നമ്മൾ 1 രൂപ പോലും ഈ അമ്മച്ചിയുടെ നിന്ന് വാങ്ങുകയില്ല. അത്രയ്ക്ക് അവസ്ഥയുള്ള ഒരു അമ്മച്ചിയാണ്. എന്തായാലും ഈ ഫോണ് നമ്മൾ ഫ്രീ ആണ്. ഇതിൻ്റെ എന്ത് വർക്കുണ്ടെങ്കിലും സൗജന്യമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ബാക്ക് പാനലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. തൽക്കാലം ഞാൻ അമ്മച്ചിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു കീപാഡ് ഫോൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് റെഡിയാക്കി വന്നതിന് ശേഷമേ ഉള്ളൂ ആ ഫോൺ നമ്മൾ റിട്ടേൺ വാങ്ങത്തുള്ളൂ. എന്തായാലും ഇത് റെഡിയാക്കി കൊടുക്കും. അല്ല പിന്നെ നമ്മൾ ടെക്നീഷ്യന്മാരാന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ?